ഈ ഹോം തിയേറ്റർ നേരത്തെ ഇതിന്റെ വർക്കെല്ലാം ചെയ്ത് ബോക്സ് ആക്കിയത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ്. ഇതിന്റെ അകത്തുള്ള ബോർഡ്, ട്രാൻസ്ഫോമർ, സ്പീക്കർ ഇതെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതെങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കണമെന്നുള്ളത് ഞാൻ ഇപ്പൊ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കർ ഇതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് സ്പീക്കറിന്റെ വയർ വന്നേക്കണത്. അപ്പൊ ഈ വയർ നമുക്ക് കറക്റ്റ് ഇതിന്റെ ഹോളിൽ കൂടി ഇത് പുറത്തേക്ക് ഇടണം. അപ്പൊ അതാദ്യം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിന്റെ വയറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ നമ്മ കറക്റ്റ് ആയിട്ട് ആ സ്പീക്കർ അതിൽ ഫിറ്റ് ചെയ്തിട്ട്, ഫിറ്റ് ചെയ്യണതിന് മുമ്പ് വേണം നമുക്ക് ആ വയർ അതിന്റെ ഉള്ളിൽ കൂടി എടുക്കാൻ. എന്നിട്ട് വേണം സ്പീക്കറിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ. ഈ വയർ നമുക്ക് ആ സ്പീക്കറിന്റെ ഹോളിൽ കൂടി ഇപ്പുറത്തോട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സ്പീക്കറിന്റെ വയർ ഈ ഹോളിൽ കൂടി നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ വരും സ്പീക്കറിന്റെ വയർ വന്നേക്കുന്നത്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇനി ഇതിനകത്ത് ഈ സ്പീക്കർ ഫിറ്റ് ചെയ്ത് ബാക്കിയുള്ളത് കാണാം. അപ്പൊ നമ്മുടെ സ്പീക്കർ നമ്മ ഇനി ഫിറ്റ് ചെയ്യാൻ പോണെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സ്പീക്കർ ഈ സ്ക്രൂ ചെയ്യുമ്പോഴേക്ക് ഇതിൽ കൊള്ളാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അത് കൊണ്ടു കഴിഞ്ഞാൽ അത് കീറിപ്പോകും. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ആദ്യം സ്പീക്കർ വെക്കുമ്പോൾ സ്പീക്കർ വെച്ചിട്ടുള്ള അതിന് ഹോളൊക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇത് സ്ക്രൂ കാര്യങ്ങൾ ചെയ്യാൻ. ബാക്കി സ്പീക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി കാണാം. അപ്പൊ നമ്മുടെ സ്പീക്കറിന്റെ വർക്ക് തീർന്നിട്ടുണ്ട്. എല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് ഉണ്ട്. ഈ സാധനം നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പൊ ഇങ്ങനെയാണ് ആ പൈപ്പ് വന്നേക്കുന്നത്, കണ്ടല്ലോ, എയർ ഹോളിന്റെ പൈപ്പാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യണം. ഇതിനകത്ത് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ആ ഹോൾ വഴിയാണ് നമ്മൾ ഇനി അതിന്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ട്രാൻസ്ഫോമർ വന്നത്. ഈ ട്രാൻസ്ഫോമറിന് രണ്ട് സൈഡിൽ രണ്ട് ക്യാപ്പ് വരും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ. ഇതാണ് അതിന്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വോൾട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ അതിനകത്ത് ഇറക്കി വെക്കുക, കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ എത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ വയറും കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ബോർഡ് വന്നേക്കുന്നത്, അതിന്റെ IC. ഇതിനകത്താണ് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇതിന്റെ വയറൊക്കെ കറക്റ്റ് കാര്യങ്ങളായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ